ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിസ്സയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് നമുക്കൊന്ന് നല്ലൊന്ന് ഇളക്കിയിട്ട് പൊങ്ങാനായിട്ട് എടുത്ത് വെക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കനൊന്ന് മസാല തേച്ച് വെക്കാം കേട്ടോ. കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ കൂട്ടിയിട്ട് ചിക്കനൊന്ന് മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് 2 കപ്പ് മൈദ എടുക്കാം കേട്ടോ കുഴച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും മക്കൾക്ക് പിസ്സയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യാറാണുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം മോള് പറഞ്ഞു നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ പിന്നെ മൈദ ഞങ്ങൾ കുഴക്കുകയാണ് കേട്ടോ. മോളാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ മൈദ നല്ലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടി തൂവി കൊടുത്തിട്ട് നനഞ്ഞൊരു തോർത്തും കൊണ്ടോ തുണിയോ നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇത് അങ്ങനെ നല്ല മൂടി വെച്ചാൽ മാവ് നല്ല പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ അതിന് വേണ്ട സോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല തേച്ചത് വെളുത്തുള്ളി, തക്കാളി, വലിയുള്ളി, ഉണക്കമുളക് ഇതൊക്കെ കൂടെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചിക്കന് മസാല തേച്ച് വെച്ചത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാപ്സിക്കും, വലിയുള്ളി, തക്കാളി ഇതൊക്കെ നമുക്ക് പിസ്സയിലേക്ക് ഇടാനായിട്ടുള്ളതൊക്കെ ചെറുതായിട്ട് നല്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാവ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ സോസൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കുറേശ്ശെ ക്യാപ്സിക്കും, ഉള്ളി, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒറിഗാനോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിരുന്ന ചീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അടുപ്പിൽ നല്ല കണലുണ്ടായത് കാരണം ഞാൻ അടുപ്പിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയും മേലെ ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് കണൽ കുറച്ച് കോരിയിട്ട് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മേലെ നല്ലൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മേലെ കുറച്ച് കണലും കൂടി കോരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിസ്സക്ക് വേണ്ടിയിട്ട് മക്കളൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിസ്സ. അപ്പോൾ ഞാൻ മാത്രം എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അതിനൊരു സ്മെല്ലും കാര്യം അതുകൊണ്ട് എനിക്ക് വലിയൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവർ വാങ്ങിച്ചാലും ഞാൻ ഒരു തുണ്ടൊക്കെ ഉള്ളൂ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് വന്നിട്ട് 4 പിസ്സ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാതും തിന്നു കേട്ടോ മക്കൾ. ഞാനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ചീസിൻ്റെയൊക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഫസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ അപ്പം തന്നെ ചിലവായി കേട്ടോ. പിന്നെ 3 എണ്ണം പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിസ്സ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.